വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഡിസംബർ 9 എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും വെഡിങ് ആനിവേഴ്സറി. നമ്മൾ ഇന്ന് രാവിലെ ഇറങ്ങിയതാണ്. ആദ്യം അയ്യപ്പൻ അമ്പലത്തിൽ പോയി, വയലായിൽ ഏഴംകുളത്ത് അമ്പലത്തിൽ പോയി, ചെലന്തി അമ്പലം പോയി, മണ്ണാർക്കാട് അമ്പലത്തിൽ പോയി. എന്നിട്ട് ഞങ്ങൾ നേരെ ശാസ്താംകോട്ടയിൽ. ഇപ്പോൾ നമ്മൾ ബോട്ടിൽ കയറിയിരിക്കുവാണ്. അക്കരെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ബോട്ടിൽ കയറിയിരിക്കുക. ആണ്ട അച്ഛനും അമ്മയുണ്ട്, കാണിക്കാം. അച്ഛാ, അമ്മേ, അവരാണ് അച്ഛനും അമ്മയും. നമുക്കിനി യാത്രയെ കാണിക്കാം. നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. നല്ല ശുദ്ധജല തടാകം, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. കരയിൽ നിന്നും കുറച്ച് അകലെയായിരിക്കുവാണ്. വേണ്ടേ, ഇതാണ് ഏറ്റവും ശുദ്ധജല തടാകം കേരളത്തിലെ. നല്ല രസമാണ് കാണാനുണ്ട്. ആദ്യമായിട്ടാണ് അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ ബോട്ടിൽ പോകുന്നത്. നേരത്തെ പോയിട്ടുണ്ട്, പക്ഷെ അത് ടൂറിന് ബോട്ടിൽ പോയതാ. ഇത് ആദ്യമായിട്ടാണ് ഇവരുടെ കൂടെ. അമ്മേ, ഒരു ഹായ് പറ. എന്ത് സുന്ദരം, സൂപ്പറേ. നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയമ്മേ, എങ്ങനുണ്ട്? സൂപ്പർ. എങ്ങനുണ്ട് അച്ഛാ? കായലിന്റെ മനോഹര കാഴ്ചയിലേക്ക് കൊണ്ടുവന്ന ഇല്ല അങ്കിളാണ്. അങ്കിളിന്റെ പേരെന്തുവാ? കുഞ്ഞുമോൻ. എത്ര വർഷമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? 5 വർഷമായിട്ട് ഓരോരുത്തരെ ഇങ്ങനെ കാഴ്ച കാണിക്കുന്നതാണ് ഈ അങ്കിളിനൊരു ബിഗ് ഷൗട്ട് ഔട്ട്. രസമാണ്, നല്ല കാറ്റൊക്കെ അടിച്ച്. ഞാൻ കാണിച്ചാണ്ട് വെള്ളം കണ്ടു. വെള്ളമൊക്കെ നല്ല രസമായിട്ടാണ് ഒഴുകുന്ന കാണാൻ നല്ല രസമാണ്. ഇതിന്റെ അടി ഭയങ്കര പൊതച്ചിലായോണ്ട് താന്നു പോകുന്ന. അപ്പോൾ കായലിന്റെ ഏകദേശം നടുക്കെത്തിയിരിക്കുവാണ് നമ്മള്. അമ്മയുണ്ട്, അമ്മയ്ക്ക് ഭയങ്കര പേടി. അമ്മ കാണിക്കുക. എങ്ങനെയുണ്ട്? പേടിയുണ്ടോ? അച്ഛന് പേടിയുണ്ടോ? അച്ഛന് പേടിയൊന്നുമില്ല, അമ്മയ്ക്ക് ഭയങ്കര പേടിയാ. അതുകൊണ്ട് അവിടോട്ട് കണ്ടോ, നമ്മള് നടുക്കെത്തിയിട്ടുണ്ട് നമ്മള്. സൈഡിൽ നിന്ന് കായല് സൂപ്പർ. നല്ല കാറ്റാ ഇതിനകത്ത്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോന്ന് എനിക്കറിയത്തില്ല. നല്ല കാറ്റുണ്ട്. എന്താ മലയൊന്നുമല്ല, അതൊരു അങ്ങോട്ട് കയറി പോകുന്ന ഒരു വഴിയാണ്. അത് രസമുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല രസമുണ്ട്. പടിഞ്ഞാറേ കല്ലട, അത് കഴിഞ്ഞ് മൺറോ തുരുത്ത്, അങ്ങനെ ഒരു സ്ഥലമാണേ. ശാസ്താംകോട്ട ദേവസ്വം ബോർഡിന്റെ കോളേജ് ഇതിന്റെ അപ്പുറമാ. ഇവിടെ നോക്കിയാൽ കാണത്തൊന്നുമില്ല, ഇതിന്റെ അപ്പുറം. പോച്ചകൾ അനങ്ങുന്ന കാറ്റിന്റെ ശക്തി കൊണ്ടാ. അല്ല, വെള്ളത്തിൽ കിടന്ന് അനങ്ങുന്നത് കണ്ടു. കാറ്റിന്റെ ശക്തി കൊണ്ട് ഒക്കെയാ. നമ്മള് പോകുന്നതിന്റെ കൂടെ അതും വരുവാന്നാ നമുക്ക് തോന്നുന്നേ. ഇങ്ങനെ നോക്കുമ്പോ നല്ല ശക്തിക്കാ ഇവിടെ കാറ്റടിക്കുന്നേ. അങ്ങോട്ട് കായല് നല്ല രസം. ഇവിടെ ഇന്ന് നോക്കണം. പൊളി പൊളി. നമ്മള് ഇറങ്ങിയതോ അവിടുന്നാണ്. അവിടുന്നാ നമ്മൾ ഇറങ്ങിയത്. ഇപ്പൊ ഇങ്ങെത്തി. ഇവിടുത്തെ വീട്ടുകാരൊക്കെ ഇവിടെ ഇറങ്ങിയാ കുളിക്കുന്നതെന്നൊക്കെ പറയുന്നേ. ഇവിടെ ഇറങ്ങി തുണിയൊക്കെ നനയ്ക്കുമെന്ന് ഈ വീട്ടുകാരൊക്കെ. നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. അയ്യോ, നമ്മൾ ഇറങ്ങിയിരിക്കുവാണ്. അപ്പോൾ അങ്കിളിന് വലിയൊരു താങ്ക്സ്. അമ്മ ഇറങ്ങി, അച്ഛൻ ഇറങ്ങുക. അച്ഛനും ഇറങ്ങി. എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? വള്ളത്തിൽ കയറിയേ? ഇച്ചിരി പേടിയുണ്ടായിരുന്നെങ്കിലും വേറിട്ടൊരു അനുഭവമായിരുന്നു. അപ്പം നമ്മൾ വേറൊരു സ്ഥലത്തോട്ട് പോവുകയാണ്. ശാസ്താംകോട്ടയിൽ തന്നെ കായലിൻ്റെ തീരത്തൂടെ, ഇത് കായലാണ്, ഇതിൻ്റെ തീരത്തൂടെ നമ്മൾ അപ്പുറത്തൊരു സ്ഥലത്തോട്ട് പോവുക. അമ്മ അച്ഛനും കൂടെ ഉണ്ട്. വെള്ളത്തിൽ കൂടെ നമ്മൾ നടക്കുകയാണ്. വെള്ളത്തിൽ കൂടെ നടക്കുക ഗൈസ്. ഒരു അക്കരയ്ക്ക് പോവുകയാണ്. ഇത് ഗവൺമെന്റിന്റെ ഒരു അക്കരയ്ക്ക് പോവുക. അക്കരയ്ക്ക് അവര് പൊക്കോണ്ടിരിക്കുക. നമ്മള് കേറുവാണ് അങ്ങോട്ട്. നമ്മുടെ കാട്ടിൽ കൂടെ കേറുക. ഓ, ഡാർക്ക് കാടാണ് ഗൈസ്. ഇതുവഴിയാണ് നമുക്ക് കേറി പോകാനുള്ളത്. അച്ഛൻ തോണ്ട ഇപ്പൊ അച്ഛനൊന്ന് കാണിച്ചേമ്മേ. അച്ഛൻ നിൽക്കുന്ന താണ്ട. ഞങ്ങളിപ്പോ കേറിക്കൊണ്ട് അമ്മേ മല പോലെ കിടക്കുക. നമ്മള് അത് കേറിക്കൊണ്ടിരിക്കുക. അയ്യോ,
അവരൊക്കെ അങ്ങ് കേറി, ഞാൻ ഇവിടെ നിന്ന് കേറിക്കൊണ്ടിരിക്കുക. അയ്യോ, ഇങ്ങ് മേളിൽ കയറിയിട്ടുണ്ട്. ഇനി കുറച്ച് പൊള്ളുന്ന വെയിലാണ്. വേണ്ട, പുല്ല് കണ്ടോ, അങ്ങോട്ട് പുല്ല് പടർന്ന് കിടക്കുക. നല്ല രസമാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ. അതുകൊണ്ട് അമ്മ ഇവിടെ ഇപ്പുണ്ട്, അച്ഛൻ ഇവിടെ ഇപ്പുണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്ന് കാണുമ്പോൾ ലേക്ക് നല്ല രസമുണ്ട്, സൂപ്പറാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ആദ്യം പോയത് അയ്യപ്പൻ്റെ ക്ഷേത്രത്തിലായിരുന്നു. ഞങ്ങളുടെ അത് ബാലാവസ്ഥയിലിരിക്കുന്ന അയ്യപ്പനാ. ഇപ്പോൾ ഇത് ശാസ്താംകോട്ടയില. ഇവിടുത്തെ അയ്യപ്പൻ എന്ന് പറയുന്ന യുവാവായിട്ട് കേരളത്തിൽ അപൂർവങ്ങളായിട്ടുള്ളതാണ് ഇത്. ലേക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ നല്ല രസമുണ്ട്. ശാസ്താംകോട്ടയിൽ നിന്ന് യാത്ര തുടരുകയാണ്. അപ്പോൾ കുന്നത്തൂര് താലൂക്ക് ഓഫീസാണ് ഈ കാണുന്നത്, ഈ വലിയ കെട്ടിടം, കുന്നത്തൂര് താലൂക്ക് ഓഫീസ്. നമ്മൾ വണ്ടിയെ കയറിയിരിക്കുവാണ്. അതുകൊണ്ട് അമ്മ ഇവിടെ ഇരിക്കുന്നു, അച്ഛൻ വണ്ടി ഓടിക്കുന്നു. ഗൈസ്, ഇല്ല കാണുന്നതാണ് അമ്പലം. ഞാൻ മുമ്പേ പറഞ്ഞ ശാസ്താംകോട്ട അമ്പലം അതാണ്. ഞാൻ പറഞ്ഞ അമ്പലത്തിലോട്ട് പോകുന്ന ഫസ്റ്റ് ഗേറ്റ് ആണിത്. ഇതാണ് ആ ഗേറ്റ്. വന്നപ്പോൾ ഇതിൻ്റെ നട അടച്ചുകൊണ്ട് ഞങ്ങൾക്ക് അമ്പലത്തിൽ കയറാൻ പറ്റിയില്ല. സമയം 2:30 ആയിട്ടുണ്ട്. വിശന്നിട്ട് വയ്യ. അപ്പോൾ ഞങ്ങൾ കഴിക്കാനായിട്ട് കയറുവാണ്. കൈ കഴുകുകയാണ് ഗൈസ്, കഴിക്കാൻ പോവുക. അതുകൊണ്ട് കൈ കഴുകുള്ളൂ. ഞങ്ങൾ ഊണാണ് പറഞ്ഞിരിക്കുന്നത്. അമ്മയും അച്ഛനും ഊണ് കറിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഊണ് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി അടൂരോട്ടാണ് ഞങ്ങൾ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഒരു പരാതിയായിരുന്നു അമ്മുമ്മയെ കാണിച്ചിട്ടില്ലെന്ന്. അതുകൊണ്ട് ഇതാണ് അമ്മുമ്മ. അമ്മയുടെ പേര് ലീലയെന്ന. പിന്നെ ഞങ്ങളിപ്പോൾ വീട്ടിലെത്തി. ഇപ്പോൾ സമയം 5:45 വെഡിങ് ആനിവേഴ്സറിക്ക് അമ്മ അച്ഛന് വാങ്ങിച്ചു കൊടുത്തതാണ് ഹീറോയുടെ ഒരു പുതിയ ഹെൽമെറ്റ്. അച്ഛൻ അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുത്തത് ഒരു ചുരിദാറിൻ്റെ സെറ്റ്. ഇവർ രണ്ടുപേരുടെ എനിക്ക് വാങ്ങിച്ചു തന്നതാണ് ഏറ്റവും വലുത്. എൻ്റെ മോനെ മാല. അവരുടെ വെഡിങ് ആനിവേഴ്സറി ആണെങ്കിലും ഏറ്റവും വലിയ ഗിഫ്റ്റ് എനിക്കാണ് കിട്ടിയത് ഗൈസ്. ദേ മാല, സ്വർണ്ണമാല. അപ്പൊ ഇത്രേ ഉള്ളൂ ഇവരുടെ വെഡിങ് ആനിവേഴ്സറി. നമ്മൾ അടിച്ചു പൊളിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.